ദ കിറ്റൺ അറ്റ് പ്ലേ ബൈ വില്യം വേർഡ്സ്വർത്ത്. ഇംഗ്ലണ്ടുകാരുടെ പ്രിയപ്പെട്ട കവിയായ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റൊമാൻറ്റിസിസം അഥവാ കാൽപ്പനികതയിൽ മുൻനിരയിൽ നിൽക്കുന്ന കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. സാമുവൽ ടൈലർ കോളറിഡ്ജ്, റോബർട്ട് സൗതെ, വില്യം വേർഡ്സ്വർത്ത് ഇവർ 3 പേരും ലേക്ക് പോയറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വില്യം വേർഡ്സ്വർത്ത് എഴുതിയ വളരെ ലളിതമായ ഒരു കവിതയാണ് ദ കിറ്റൺ അറ്റ് പ്ലേ. കുസൃതി നിറഞ്ഞ രീതിയിൽ ഇര പിടിക്കാൻ കാത്തു നിൽക്കുന്ന പൂച്ചക്കുട്ടിയിലേക്ക് വായനക്കാരൻ്റെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലാണ് കവിത എഴുതിയിട്ടുള്ളത്. നമുക്ക് കവിതയിലേക്ക് പോകാം. See the kitten on the wall, sporting with the leaves that fall, withered leaves 1, 2 and 3, falling from the elder tree, through the calm and frosty air of the morning bright and fair. ഇലകളോടൊപ്പം പൂച്ച കളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കവിത തുടങ്ങിയിരിക്കുന്നത്. അതിരാവിലെ ഇളം തണുപ്പുള്ള കാറ്റ് വീശുന്നു. കാറ്റ് വീശുന്നതിൻ്റെ ഫലമായി അടുത്തുള്ള മരത്തിലെ ഇലകൾ കൊഴിയുന്നു. ആ കൊഴിയുന്ന ഇലകളോടൊപ്പം പൂച്ചക്കുട്ടി കളിക്കുന്നു. See the kitten how she starts, crouches, stretches, paws and darts, with a tiger leap halfway, now she meets her coming prey, lets it go as fast and then has it in her power again. ഇവിടെ ഓരോ വട്ടവും ഇല കൊഴിയുമ്പോൾ ആ ഇലയെ പിടിക്കുന്നതിന് മുന്നോടിയായി പൂച്ചക്കുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചാടുന്നതിന് മുന്നോടിയായി പൂച്ചക്കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശ്രദ്ധിച്ചിട്ടുള്ളവരാവാം നമ്മളിൽ പലരും. പതുക്കെ കുനിഞ്ഞ് നിവർന്ന് ഉന്നം പിടിച്ചിട്ടാണ് അത് ചാടുന്നത്. കൊഴിയുന്ന ഇലകൾക്ക് നേരെ കടുവ ചാടി വീഴുന്നത് പോലെയാണ് പൂച്ചക്കുട്ടി ചാടുന്നത്. ഇലകൾ വീഴുന്ന വേഗത്തിനനുസരിച്ച് പൂച്ചക്കുട്ടി തൻ്റെ വേഗത കൂട്ടുന്നു. Now she works with 3 and 4, like an Indian conjurer, quick as he in feats of art. Gracefully she plays her part. Yet were gazing thousands there, what would little Tabby care? ഇവിടെ നമുക്ക് പൂച്ചക്കുട്ടിയുടെ പേര് മനസ്സിലാക്കാൻ സാധിക്കും. ടാബി. ഇലകളോടൊപ്പം പൂച്ചക്കുട്ടി കളിക്കുന്ന രീതിയാണ് ഈ വരികളിൽ പറയുന്നത്. മായാജാലക്കാരൻ എന്നർത്ഥമാകുന്ന പദമാണ് കോൺജുറർ. 3-4 പന്തൊക്കെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മായാജാലക്കാരനെ പോലെ കൊഴിഞ്ഞു വീഴുന്ന ഇലകളെയെല്ലാം അതേ വേഗത്തിൽ കൈകാര്യം ചെയ്യുകയാണ് പൂച്ചക്കുട്ടി. വളരെ വേഗത്തിൽ, ശ്രദ്ധയോടെ, ഭംഗിയോടു കൂടെയാണ് ഓരോ മായാജാലക്കാരനും തൻ്റെ ചെപ്പടി വിദ്യ അവതരിപ്പിക്കാറ്. അതേപോലെ വളരെ ശ്രദ്ധയോടെ, വേഗത്തിൽ, ഭംഗിയായാണ് പൂച്ചക്കുട്ടി ഇലകളോടൊപ്പം കളിക്കുന്നത്. ഇവിടെ പൂച്ചക്കുട്ടിയുടെ പ്രവൃത്തിയെ മായാജാലക്കാരൻ്റെ പ്രവൃത്തിയോടൊപ്പം ഉപമിക്കുകയാണ് കവി. കുസൃതി നിറഞ്ഞ രീതിയിൽ പൂച്ചക്കുട്ടികൾ ഇത്തരം പ്രവൃത്തി കാണിക്കുമ്പോൾ ആൾക്കാർ നോക്കി നിന്ന് പോകും. ഇവിടെ ഇലകളോടൊപ്പം പൂച്ചക്കുട്ടി കളിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നു. എന്നാൽ ടാബി അവരെ ഒന്ന് നോക്കുന്ന പോലുമില്ല. മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ അത് തൻ്റെ ജോലി ചെയ്യുന്നു. കാഴ്ചയിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു കവിതയാണെന്ന് തോന്നുമെങ്കിലും ഇതിനുള്ളിൽ വലിയൊരു അർത്ഥമുണ്ട്. ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലും നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ കവിത പറയുന്നത്. ആ പ്രാധാന്യം ഓരോ വായനക്കാരനെയും ഓർമ്മിപ്പിക്കുകയാണ് കവി. ഇവിടെ കൊഴിഞ്ഞു വീഴുന്ന ഇലകളെ കേവലം ഇലകളായിട്ടല്ല പൂച്ചക്കുട്ടി കാണുന്നത്, മറിച്ച് തൻ്റെ ഇര എന്ന രീതിയിലാണ്. മാത്രമല്ല, ഒരു കടുവ തൻ്റെ ഇരയെ പിടിക്കാൻ ചാടുന്നത് പോലെയാണ് ഓരോ വട്ടവും പൂച്ചക്കുട്ടി ചാടുന്നത്. വലിയ ജനക്കൂട്ടത്തിന് മുൻപിൽ പതറാതെ ഭംഗിയായി തൻ്റെ ചെപ്പടവിദ്യ അവതരിപ്പിക്കുന്ന മായാജാലക്കാരനോടൊപ്പം പൂച്ചക്കുട്ടിയെ ഉപമിക്കുന്നു. തൻ്റെ പ്രവൃത്തി ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും അവരെയൊന്നും പൂച്ചക്കുട്ടി ശ്രദ്ധിക്കുന്നില്ല. താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രമാണ് പൂച്ചക്കുട്ടി ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവർ എന്തു പറയുന്നു, നമ്മുടെ പ്രവൃത്തിയെ അവരെങ്ങനെ നോക്കിക്കാണുന്നു, ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആരെയും ശ്രദ്ധിക്കാതെ സ്വന്തം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൂടാതെ ജീവിതത്തിൽ ശരിയായ കാഴ്ചപ്പാട് വേണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത. പൂച്ചക്കുട്ടിക്ക് ഇലകൾ തൻ്റെ ഇരയ്ക്ക് സമമാണ്. ഇര പിടിക്കുന്നത് പോലെയാണ് പൂച്ചക്കുട്ടി ഇലകൾക്കു നേരെ ചാടുന്നത്. എന്നാൽ ഇലകൾക്ക് നേരെ ചുമ്മാ ചാടിക്കളിക്കുന്ന ഒരു പൂച്ചക്കുട്ടി എന്ന നിലയിലാണ് കാഴ്ചക്കാരൻ അതിനെ നോക്കിക്കാണുന്നത്. കാഴ്ചക്കാരന് നിസ്സാരം എന്ന് തോന്നുന്നത് പൂച്ചക്കുട്ടിക്ക് ഗൗരവമേറിയ കാര്യമാണ്. ഇവയാണ് ഈ കവിതയിലെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. വളരെ ലളിതമായിട്ടുള്ള കവിതയാണെങ്കിലും ഗൗരവമേറിയ അർത്ഥതലങ്ങൾ ഈ കവിതയ്ക്കുണ്ട്.
എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.